ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ ആദർശ് റിസോർട്ടിലേക്ക് വിളിച്ചു. അനി പറഞ്ഞതുപോലെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുത്തു. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേവയാനിയോട് പേടിക്കാനൊന്നുമില്ല, അനിയും നന്ദുവും ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയല്ലേ, അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയതായിരിക്കുമെന്ന് ദേവയാനിയോട് പറയുക. അപ്പോൾ അത് കേട്ട് ദേവയാനി ഇങ്ങനെ അന്തം മുട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് എങ്കിലും നമ്മൾ വിളിച്ച വിവരം അവർക്കൊന്ന് പറഞ്ഞൂടെ, എന്തിനാ വെറുതെ ഇങ്ങനെ എല്ലാവരും ടെൻഷൻ അടിപ്പിക്കണ്ടേ, അതാവും വരുമ്പോൾ നീ നേരിട്ട് തന്നെ പറ എന്ന് ദേവയാനി എന്നേരം ആദർശനോട് പറഞ്ഞു. നന്ദു ഒരു പെൺകുട്ടിയല്ലേ, അവളും കുറച്ചുകൂടി പക്വതയൊക്കെ കാണിക്കേണ്ടതല്ലേ ചോദിക്കും. അവർ അച്ഛനും അമ്മയായിട്ട് പിണങ്ങിപ്പോയതുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നി കാണുമെന്ന് ആദർശ് പറയാം. ഇപ്പം അനിയും നന്ദുവൊക്കെ ആകെ തിരക്കില്ല, പോരാത്തതിന് ആ വിഘ്നേഷും രാകേഷും ജോലിക്കും കയറി, അവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അവരത് മുതലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞു. എങ്കിലും നവീൻ നന്ദുവിനെ ആലോചിച്ച സ്ഥിതിക്ക് അവളിങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണോടാ മോനെ എന്ന് ദേവയാനി നയനെ തറപ്പിച്ചു പറയുക. നന്ദുവിനെ അനി തന്നെ ഇഷ്ടമാണ് എന്നുള്ളത് എങ്കിൽ അവളത് അവളുടെ അച്ഛനോടും അമ്മയോടും പറയട്ടെ, എല്ലാവരെയും അവളത് അറിയിക്കട്ടെ, നവീനോടും അവളത് പറയട്ടെ, എന്നാലല്ലേ നമുക്കതിനെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ദേവയാനി പറയാം. അല്ലാതെ നരസിംഹൻ സാറിനെയും കുടുംബത്തെയും നമുക്ക് നിരാശപ്പെടുത്താനായിട്ട് പറ്റുമോടാ മോനെ, അത് നവീൻ്റെ വീട്ടുകാർക്ക് ഈ ആലോചനയെ പറ്റി അതിനൊന്നും അറിയില്ലല്ലോ, അവരറിയട്ടേടാ, എന്നിട്ട് അവർ ആ ബന്ധം വേണ്ടാന്ന് തന്നെ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവില്ലായിരുന്നോടാ മോനെ എന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നു. അപ്പോഴും കനകയും ഗോവിന്ദനും ജാനകിയും ഒക്കെ അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അജയനും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യം ദേവയാനി ആദർശനോട് പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകത്തെയും ഗോവിന്ദനെയും കാണിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇവളെന്തിനാ ഈ ഫ്രണ്ട്സുമായിട്ട് പൊന്മുടിക്കൊക്കെ പോയതെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുക കനകയോട്. അതെങ്ങനെയാണ് ഗോവിന്ദേട്ടൻ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതെന്ന് കനക അന്നേരം ചോദിച്ചു. ഇല്ല, നയനമോള് കള്ളമൊന്നും പറയില്ല, ഇനി നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അനി അവിടെ ഇല്ല എന്ന് പറഞ്ഞതെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംശയം എന്തായാലും എനിക്കും ഇല്ലാതില്ല എന്നങ്ങനെ കനകയ്ക്ക് അന്നേരം പറയേണ്ടിയും വന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടണമെങ്കിലേ അവിടെ ഉറപ്പായിട്ടും അനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പം ഇല്ല, അവരിങ്ങനെ പെട്ടെന്ന് ഒത്തുകൂടാനുള്ള കാരണം എന്താ, നന്ദുവിൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ, പിന്നെന്താ, പിന്നെ രാകേഷിൻ്റെ വിഘ്നേഷിൻ്റെ ബർത്ത്ഡേ ആണോന്നൊന്നും അറിയില്ലല്ലോ, ഇപ്പോഴത്തെ പിള്ളേരെ വഴക്ക് പറയാനൊന്നും പറ്റില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരിതുപോലെ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോയി കളയും, പിന്നെ എന്ത് ചെയ്യും. എങ്കിലും നയനയും നന്ദുവൊന്നും അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കില്ല എന്നാണ് ഞാൻ കരുതിയത്, പ്രത്യേകിച്ച് നന്ദു ഒരു പോലീസ് ഓഫീസറായ സ്ഥിതിക്ക്. അത് ശരിയാ, അവളങ്ങനെ ആവശ്യത്തിന് പോലും അവധിയെടുക്കുന്നതല്ലെന്നും പിന്നെ ഇവിടെ എങ്ങനെ അവധിയെടുത്തെന്നാ ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞു. ഇന്നിനിപ്പോൾ വരുവാവോ, ഒന്നും അറിയില്ല എൻ്റെ ഗോവിന്ദേട്ടാ, നമ്മൾ സംശയിക്കുന്നത് പോലെ നവീൻ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനാണോ ഇനി കൂട്ടുകാർക്കൊപ്പം അവൾ പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നന്നായേനെ എന്ന് ഗോവിന്ദേട്ടൻ. അവൾക്ക് നവീനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ലല്ലോ, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം അങ്ങ് നടത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് നടത്തിയേ പറ്റൂ, നവീൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് പോകുന്നതിന് മുന്നേ കല്യാണം നടത്തണ്ടേന്ന് ചോദിച്ചപ്പം അതെ, എന്തായാലും ഈ ചിങ്ങത്തിൽ നമുക്ക് ആ കല്യാണം നടത്തണമെന്ന കാര്യം പറയാം. എന്തായാലും നവീൻ്റെ അച്ഛനും മുത്തച്ഛനൊന്നും സ്വർണ്ണത്തോടൊന്നും അത്ര താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരല്ല, പക്ഷെ അമ്മയ്ക്ക് പല ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശം നയനമോളും മുന്നിൽ നിന്ന് കല്യാണം നടത്താമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവർ മാത്രമല്ല മൂർത്തി സാർ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ കനകയെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കാം. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ചിട്ട് കൂടുതൽ കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല എന്നും ഗോവിന്ദേട്ടൻ പറയുന്നു. പിന്നെ അതെ, നവീൻ ഒന്നും വേണ്ട, നന്ദുവിനെ മാത്രം മതിയെന്നല്ലേ പറഞ്ഞത്, പിന്നെ അവൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഗോവിന്ദേട്ടാ ഇനിയിപ്പോൾ ഇതിലും നല്ലൊരു ആലോചന നമ്മുടെ മോൾക്ക് എന്തായാലും വരാൻ പോകുന്നില്ല, പയ്യനെ പറ്റി നമുക്കിനി ആലോചിക്കാനും ഒന്നും വേണ്ട, അവളുമായിട്ട് ഒത്തുപോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ അമ്മായിമ്മ പോരെടുക്കാൻ അവൾ അധിക സമയമൊന്നും വീട്ടിനകത്തില്ലല്ലോ എന്ന് കനകയ്ക്ക് ഒരു ആശ്വാസവാക്കും കൂടി പറഞ്ഞു. എങ്ങനെയെങ്കിലും അവൾ ഇങ്ങോട്ട് വന്നിട്ട് അവളുടെ മനസ്സൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദുവും അനിയും കൂടെ അവിടെ നിന്ന് നന്ദിനെപ്പറ്റി സംസാരിക്കും കേട്ടോ. ഇന്നലെ നമ്മൾ അതുപോലെ റിസ്ക് എടുത്തിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോൾ എടി നമുക്ക് ഇനിയും ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് അനി പറയുമ്പം ഞാനില്ല, ഇങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് വയ്യാന്ന് പറഞ്ഞു നന്ദു. ഇതൊക്കെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കണ മുഹൂർത്തങ്ങളല്ലേ നന്ദു എന്ന് അനി. ഇനി ഓർത്തു വയ്ക്കാനേ ഇതുപോലെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാമെന്ന് നേരം നന്ദു പറയാം. മിക്കവാറും വീട്ടിൽ ചെല്ലും ഇനി കല്യാണം വരെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകുമെന്നും നന്ദു. അത് കേട്ടപ്പോൾ എനിക്കും ടെൻഷനായി.
എടീ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവനോടൊന്ന് തുറന്നു പറഞ്ഞാലോ? അതുപോലെ തന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? എടാ അത് നവീനേട്ടനെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ എന്ന് നന്ദു അന്നേരം ചോദിക്കും കേട്ടോ. പിന്നെ എത്ര തവണ നവീനേട്ടൻ എന്നോടുള്ള ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞതാ? എന്നിട്ട് നീ അത് ഒരിക്കൽ പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നന്ദു കുറ്റപ്പെടുത്തുന്നു അനിയെ. ഇനിയിപ്പം നീ പോയി കാര്യങ്ങൾ പറഞ്ഞാലേ നവീനേട്ടനെ കുരങ്ങ് കളിപ്പിച്ചെന്നല്ലേ അദ്ദേഹത്തിന് തോന്നുള്ളൂ എന്ന് ചോദിച്ചു. അത് ശരിയാണെന്നും പറഞ്ഞിരിക്കുക അനി. ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റിച്ചാലേ അവിടം കൊണ്ട് സൗഹൃദം അങ്ങ് നഷ്ടപ്പെട്ടു പോവുക ചെയ്യാന്നൊക്കെ പറഞ്ഞ്. എന്നു മാത്രമല്ല എൻ്റെ ഡിവോഴ്സ് കേസ് കൈകാര്യം ചെയ്യുന്നത് അവനല്ലേ എന്നും അനി പറയണു. കുറച്ച് നാളായിട്ട് അവനതിൽ ഉദാസീനത കാണിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടെന്നും അനി. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ പലതും തോന്നും. എന്തായാലും എടുത്തടിച്ചതുപോലെ നവീനേട്ടനോട് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് നന്ദു പറയാം. പക്ഷേ അവന് പ്രതീക്ഷ കൊടുക്കുന്നത് ശരിയല്ലല്ലോടി. എന്തായാലും വല്ലൊരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പം ഞാൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം സെക്യൂരിറ്റി വന്നു. സർ എന്താടോ? പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? റോഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബ്ലോക്ക് മാറ്റി വണ്ടികൾ കടത്തിവിടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോയിക്കോ സാറേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വലിയ സന്തോഷമായി രണ്ടുപേർക്കും. അപ്പോൾ ശരി ചേട്ടാന്ന് പറഞ്ഞു. അതിന് ചേട്ടന് കുറേ ടിപ്പൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ രാകേഷും വിഘ്നേഷൊക്കെ ഇപ്പം എത്തി കാണുമോ എന്നൊക്കെ പറഞ്ഞ് ഇവർ വണ്ടിയിൽ കയറി പോകാനായിട്ട് പിന്നെ സെക്യൂരിറ്റിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ പോകണം. അങ്ങനെ ഇവർ വന്നപ്പോഴത്തേക്കും രാകേഷും വിഘ്നേഷും അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടപ്പം അവർ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും കൂടെ എന്ത് ഭാവിച്ചാ എന്നുള്ളൊരിതിൽ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഇവരുടെ അടുത്തേക്ക് അനിയും നന്ദും കൂടെ വന്നു. നിങ്ങൾ നേരത്തെ എത്തിയോന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ആകെ പെട്ടുപോയടാ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വേണ്ടടാ വരാനെന്ന് രാകേഷ് ചോദിച്ചു. റോഡിലെ ബ്ലോക്ക് ഇപ്പം മാറിയതേ ഉള്ളടാ. നിങ്ങളെ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നെന്ന് ആര് ചോദിച്ചാലും പറയണമെന്ന് അനി പറയാം. ശരിയെന്ന് ഇവർ പറഞ്ഞു. അതുപോലെ നിങ്ങൾ മാത്രമല്ല ആ നവീനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടെ. ഇവർ രണ്ടുപേരും ഇത് എന്നതാ ഇതെന്നോർത്ത് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ അതിനിപ്പോൾ എന്താടി ഒരു വഴി? അത് കേട്ടപ്പോൾ ഞാനേ നവീനേട്ടനെ ഒന്ന് വിളിക്കാം. പിന്നെ നവീനേട്ടൻ വരുമ്പോഴേ പുള്ളിക്കാരൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ കൂടിയതാണെന്ന് പറഞ്ഞാൽ മതിയെന്നും എന്നിട്ടേ നവീനേട്ടൻ്റെ ഹെൽപ്പും ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങേര് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആരോ സംശയിക്കൊന്നുമില്ല എന്ന് പറയാം. എന്നിട്ട് നന്ദു നേരെ ഫോൺ എടുത്ത് നവീനെ വിളിക്കുന്നു. അപ്പോൾ നവീൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്ക് അവിടെ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി. പെട്ടെന്ന് കോൾ എടുക്കുക. ഹലോ നന്ദു പറ. നവീനേട്ടാ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു എന്ന് നന്ദു. എന്താ നന്ദു, എന്താ കാര്യം? അതുപോലെ നവീനേട്ടൻ തിരക്കിലാണോ? തിരക്കുണ്ട്, എന്നാലും നന്ദു പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ നമ്മൾ സ്ഥിരമായിട്ട് കരിക്ക് കുടിക്കുന്നൊരു കടയില്ലേ, അവിടേക്ക് നവീനൊന്ന് വരുമോ എന്ന് ചോദിച്ചു. എന്താ പോലും അല്ല ഇപ്പം വേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി, അപ്പോഴേക്കും നമ്മളവിടെ എത്താമെന്ന് പറഞ്ഞു. ശരി നന്ദു എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ നവീൻ എന്തിനായിരിക്കും കാണണമെന്ന് പറഞ്ഞത്? അല്ലടി അവനെ വിളിച്ച് അപകടം ആവുമോ എന്ന് ചോദിച്ചു അനി. അപ്പോൾ വിളിക്കാതിരിക്കുന്നത് അപകടമെന്ന് നന്ദു. നമ്മൾ രണ്ടാളും കൂടി എങ്ങോട്ടെങ്കിലും മാറിയെന്നറിഞ്ഞാൽ നവീനേട്ടൻ അത് സംശയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഇതിപ്പോൾ ഇവന്മാരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് നന്ദു പറയാം കേട്ടോ. അല്ല ഈ നവീനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ കൂടിയെന്ന് പറഞ്ഞല്ലോ, അയാളെപ്പറ്റി എന്ത് ഡിസ്കസ് ചെയ്യാനാണെന്ന് വിഘ്നേഷ് ചോദിച്ചു. അന്നേരം എടാ ഞാനും ഇവളും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തലവേദനകൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അനി ഇങ്ങനെ കൂട്ടുകാരോട് പറയുന്നു. പിന്നെ അങ്ങനത്തെ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. നവീനാണെങ്കിൽ നന്ദുവിനെ ആലോചിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇതെന്തുവാണെന്ന് ചോദിച്ചുകൊണ്ട് വിഘ്നേഷ് രാകേഷും ചോദിക്കുക. അപ്പോൾ പിന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരിത്, അങ്ങനെ സംഭവിച്ചോ? എന്നോട് പറയുക മാത്രമല്ല വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നവീനേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് നാനുമെന്ന് നന്ദു. അതാകെ പ്രശ്നമായിടാ. ഇവൾക്കാണെങ്കിൽ ഇവളുടെ വീട്ടിൽ ഞങ്ങളുടെ കാര്യം ബോൾഡായിട്ട് സംസാരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. എൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞ് തൂങ്ങിച്ചാവുമെന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്കാണ് ഇപ്പോൾ നവീൻ ഇവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നും. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആ വിഷയം സംസാരിക്കാൻ ഇവളെ നമ്മൾ കണ്ടെന്ന് വേണം നവീനോട് പറയാൻ എന്ന് പറയണം. കേട്ടല്ലോ. പെട്ടെന്ന് അവനങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവൾക്ക് കൺഫ്യൂഷനായി. ആ കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി പൊന്മുടിയിൽ ഒത്തുകൂടിയതെന്നും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ആ സമയത്താണ് റോഡ് ബ്ലോക്ക് ആയതെന്നും പറയണമെന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ളവരോട് നവീന് നമുക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ വീട്ടിൽ പിന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നെയും അതിൻ്റെ പേരിൽ ആരും സംശയിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു.
കുറേ നാളായി നമ്മളൊക്കെ കണ്ടിട്ട്. ഇവളാണെങ്കിൽ SA ആയതിനു ശേഷം നമ്മളിന്ന് വിളിക്കത്ത് പോലും ഇല്ല എന്ന് വിഘ്നേഷ് പറയാം. അതിനൊക്കെ സമയം വേണ്ടേടാ എന്ന് നന്ദു. രണ്ടാളും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടേ ചില്ലറയൊന്നും അല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടത് കേട്ടോ എന്ന് രാകേഷ്. അങ്ങനെ അവർ ചെയ്ത കാര്യമൊക്കെ പറയുമ്പം അതിനെ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചിലവൊക്കെ ചെയ്യാമെന്ന് നന്ദു. എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ പിന്നാലെ പോരേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകാൻ നോക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ നനി നന്ദുവിനോട് ചോദിക്കാൻ. സംശയം ഉണ്ടാകാത്ത രീതിയിൽ സംസാരിക്കണം. നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നവീനേട്ടൻ അറിയാം, പക്ഷെ തിരിച്ചതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു നമ്മുടെ നന്ദു. ഇങ്ങനെ ഇവർ പോണു. അങ്ങനെ അവർ നവീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നവീൻ അങ്ങോട്ടേക്ക് വന്നു. നവീൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ എന്നെ വിളിക്കാതിരുന്നത് എന്താണെന്ന് നവീൻ ചോദിക്കുക കേട്ടോ. അപ്പം അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുക. നാളെ എൻ്റെ ഭാര്യ ആകേണ്ട ആളാണ് ഈ നിൽക്കുന്നതെന്ന് നവീൻ. അല്ല നിനക്ക് കരിക്ക് പറയട്ടെ എന്ന് അനി ചോദിച്ചു. ഞാൻ പറയാം ചേട്ടാ, വെള്ളമുള്ള കരിക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നവീൻ ഭയങ്കര കാര്യമായിട്ട് നിൽക്കാം. അപ്പോൾ വക്കീൽ സാറ് ഇവളോട് സാറിൻ്റെ ഇഷ്ടം പറഞ്ഞല്ലോ. ഇവളോട് മാത്രമല്ല, ഇവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു നവീൻ പറയട്ടോ. നന്ദു ആണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവൾക്ക് പക്ഷേ വക്കീൽ സാറിൻ്റെ പ്രപ്പോസൽ കണ്ടപ്പോഴേ ആകെ ഒരു കൺഫ്യൂഷൻ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടാറുണ്ടേ. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ പൊന്മുടിയിലെ ഗസ്റ്റ് ഹൗസിൽ ഒത്തുകൂടിയത്. അപ്പോൾ എന്നും പറഞ്ഞ് നവീൻ ഇങ്ങനെ നിൽക്കുക. ശക്തമായ മഴ കാരണേ റോഡ് ബ്ലോക്കായതേ, അതുകൊണ്ടാണ് തിരിച്ചു വരാൻ വൈകിയതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും തീരുമാനം ആയോ എന്ന് നവീൻ ഒരാക്കി ചോദ്യം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എടാ ഒരു തീരുമാനവും ആയിട്ടില്ല എന്ന് നവീനോട് അന്നിനി പറഞ്ഞു. നന്ദു നിന്നെ ഒരു ഏട്ടനായിട്ടാണ് കണ്ടിട്ടുള്ളത്, അതൊന്നും സാരയില്ലെന്നേ, ഇനിയിപ്പോൾ അത് മാറ്റി ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് നവീൻ്റെ വകയൊരു ഡയലോഗ്. അത് കേട്ടപ്പോൾ ഇവരാകെതായി. എന്തായാലും എൻ്റെ അച്ഛൻ ഉടനെ വരും, അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന കാര്യം നവീൻ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര പേടിയായി. അല്ല അതിന് നിൻ്റെ അമ്മ പൂർണ്ണമായിട്ടും ഈ ബന്ധത്തിനെ അതിനെ അനുകൂലിക്കുന്നുണ്ടോടാന്ന് നന്ദു ചോദിച്ചപ്പോൾ തൻ്റെ ഇടിയായ പെൺകുട്ടികളെ ഭാര്യയാക്കുന്നതിൽ ഇപ്പം അമ്മയ്ക്കുള്ള എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ നന്ദുവാണ് പെൺകുട്ടിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം നവീൻ ഇങ്ങനെ ഇവിടെ പറയാം. അത് പറയുമ്പോൾ അത് നിൻ്റെ അമ്മ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. സമ്മതിച്ചില്ലെങ്കിൽ അതൊക്കെ സമ്മതിപ്പിച്ചെടുക്കണം. അത് പിന്നെ ഞങ്ങൾ ഇന്നലെ മുതലേ പൊന്മുടിയിൽ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതിനിടയ്ക്ക് രാവിലെ പുറപ്പെടാൻ നോക്കിയപ്പോഴാണ് റോഡ് ബ്ലോക്കാണെന്ന് അറിഞ്ഞതെന്ന് നന്ദു. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിയോട് വിളിയായിരുന്നു. സാരമില്ല, അതൊക്കെ ഞാൻ സോർട്ട് ചെയ്തോളാമെന്ന് നമ്മുടെ നവീൻ പറയുക. ഒന്നുമില്ലെങ്കിലും നാളെ നീ എനിക്കൊപ്പം ജീവിക്കേണ്ട പെൺകുട്ടിയല്ലേ എന്ന് നവീൻ വീണ്ടും ഇതിങ്ങനെ എടുത്തിടുക. അപ്പോൾ നിങ്ങൾ ടെൻഷനൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്, എൻ്റെ കടമയല്ലേ എന്നും നവീൻ പറയുക. നന്ദുവിന് ഭയങ്കര ടെൻഷൻ. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെല്ലാവരും വന്നതെന്നും നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നെന്നും ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം എന്ന് നവീൻ. ഇവർ പറയാതെ തന്നെ നവീൻ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഇതിപ്പോൾ നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ടേ ആർക്കും സംശയമൊന്നും തോന്നത്തില്ല എന്നൊക്കെ നവീൻ പറയാം. എനിക്ക് ആകേതായി. പിന്നെ ഞാൻ അനിയോടെ നന്ദുവിനോടുള്ള ഇഷ്ടമൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അത് അനി ഇവളെ അറിയിച്ചില്ല എന്ന് പറയണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പം അതുമായി ബന്ധപ്പെട്ട് അനി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളാരാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് ഈ നന്ദു പറയാം. ആ സമയത്തൊക്കെ ഞാൻ അനിയെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പം അതുകൊണ്ടാണ് നന്ദു നിന്നെ ആ രീതിയിലൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന കാര്യം പറയുമ്പോൾ സാരമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതും പറഞ്ഞതൊന്നും അല്ല. എൻ്റെ പ്രൊഫഷനുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദു. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നന്ദു എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ നവീൻ പറയുകയാണ്. പിന്നെ നന്ദുവിൻ്റെ വീട്ടുകാരെല്ലാവരും ഹാപ്പി ആയ സ്ഥിതിക്ക് നമുക്ക് സീരിയസ് ആയിട്ട് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാം. അതല്ലേ നല്ലത്? അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ നമ്മുടെ നവീൻ നിന്ന് കരിക്ക് കുടിക്കുന്നു. ഇവരുടെ ഉള്ള ദാഹവും കൂടെ പോയൊരവസ്ഥ. അങ്ങനെ എല്ലാവരും കൂടെ കരിക്ക് കുടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് കനകയും ഗോവിന്ദേട്ടനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുമ്പം നവീൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നു. അയ്യോ, നവീൻ്റെ കാറാണല്ലോ. നന്ദുവിനെ തിരക്കി വന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും നന്ദു വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നവീൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് സമാധാനം എന്ന് പറഞ്ഞ് കനക്കുക. അവർ രണ്ടാളും ഒന്നിച്ചാണല്ലോ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ നവീനൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കട്ടെ. നന്ദു ഇറങ്ങി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ആശ്വാസമായി. രണ്ടുപേരും ഇങ്ങനെ ഇതെന്താ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച്? അത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു ഇന്നലെ മുതൽ എന്ന് നവീൻ പറയാട്ടോ. അപ്പം മോനും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു എന്ന് നവീൻ പറയുന്നു. നന്ദുവാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കാം. രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നൊരാലോചന നടത്തിയില്ലേ,
അച്ഛനും അമ്മയ്ക്കും അതിഷ്ടമാണെന്ന് എനിക്ക് അറിയാമെന്ന് നവീൻ. എങ്കിലും ഇവൾക്കൊരു കൺഫ്യൂഷൻ പോലെ. അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയതെന്നൊക്കെ നവീൻ ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാനിവളെ പ്രപ്പോസ് ചെയ്തെന്ന് അറിഞ്ഞിട്ടേ രാകേഷും വിഘ്നേഷും തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ ചിലവ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പൊന്മുടിയിൽ കൂടാവുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയതാ. അതൊക്കെ കേട്ടപ്പോൾ ആണോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനും കനക്കി നിൽക്കുന്നു. നന്ദു ഒന്നും മിണ്ടുന്നില്ല. അതിനിടയ്ക്ക് ഇന്നലത്തെ കനത്ത മഴയിൽ ഉരുള് പൊട്ടി റോഡ് മൊത്തം അങ്ങ് ബ്ലോക്കായി. പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളൊന്ന് തിരിച്ചെത്തിയതേ. അപ്പോൾ മോൻ്റെ കൂടെ ആയിരുന്നു ഇവളെന്ന് അറിഞ്ഞപ്പോൾ ഒരാശ്വാസം പോലെ ഉണ്ടെന്ന് കനക പറയാം. നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നു. എന്നിട്ടും കൃത്യമായ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും വെയിറ്റിംഗ് ആണെന്ന് നവീൻ ഇങ്ങനെ പറയണു. നന്ദു അന്നേരവും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. മറുപടി അതൊന്നുമില്ല മോനെ. മോനും മോൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് കല്യാണം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണെന്ന കാര്യം ഈ കനക നവീനോട് പറയുന്നു. അങ്ങനെ ധൃതിയൊന്നും കൂട്ടണ്ട. നന്ദുവിനും കൂടെ സൗകര്യമുള്ളൊരു സമയത്ത് കല്യാണത്തെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇനിയും സമയം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മോനെ. മോൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുന്നേ കല്യാണം നടത്തണമല്ലോ. ചിങ്ങത്തിൽ അത് നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈശ്വര എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ ഭാവമൊക്കെ നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഇവരുടെ മുഖത്ത് ഒരു സന്തോഷമോ തെളിച്ചോ ഇല്ല എന്ന് നവീൻ അന്നേരം. എന്തായാലും അച്ഛനിങ്ങ് വരട്ടെ, ഞങ്ങൾ വരുന്നുണ്ട് ആധികാരികമായിട്ട് പെണ്ണ് കാണാനെന്നൊക്കെ നവീൻ പറയാം. നന്ദുവിനാണെങ്കിൽ ഭയങ്കര ഇത്. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് നവീൻ ഇവരോട് പറഞ്ഞിട്ട് അങ്ങ് പോണു. നന്ദു ആണെങ്കിലും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമാധാനമായോ എന്ന് ചോദിച്ചു നന്ദു ഈ നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ. അതിന് എന്തുണ്ടായെന്നാ നീ പറയുന്നതെന്ന് കനക. ഇനിയും വഴക്കിടാൻ എനിക്ക് വയ്യ. വഴക്കിട്ടാലേ ഇനി വീണ്ടും എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദേട്ടനും കനകയും കൂടി ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാം. ഇനി അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കേണ്ട കനകെ. എന്നാലും ഗോവിന്ദേട്ട എത്ര സന്തോഷത്തോടെയാണ് നവീൻ മോൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് കണ്ടില്ലേ അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സംശയമൊക്കെ തോന്നുമെന്ന് ഈ കനക പറഞ്ഞു. ഗോവിന്ദേട്ട എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടത്തിത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അദ്ദേഹം. കനക അകത്തേക്കും കയറിപ്പോയി. അങ്ങനെ ഗോവിന്ദേട്ടൻ ഇതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.